ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് പവർ ഫാക്ടർ. സാധാരണ പവർ ഫാക്ടറിനെ കോസ് ഫൈ എന്നുള്ള ടേം കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫേസർ റെപ്രസെൻറ്റേഷനൊക്കെ പറഞ്ഞിരുന്നു. അതായത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെയും പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെയും പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെയൊക്കെ ഫേസർ റെപ്രസെൻറ്റേഷൻ പറഞ്ഞിരുന്നു. നമ്മളതിൻ്റെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഫേസർ റെപ്രസെൻറ്റേഷനാണ് ചെയ്തത്. അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ ഫേസർ റെപ്രസെൻറ്റേഷനിൽ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിളിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിളിൻ്റെ കോസ് വാല്യൂവിനെ പറയുന്ന പേരാണ് പവർ ഫാക്ടർ എന്ന് പറയും. അതായത് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിളിൻ്റെ കോസ് വാല്യൂ അതിന് പറയുന്ന പേരാണ് പവർ ഫാക്ടർ എന്ന് പറയും. അപ്പോൾ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിളിനെ നമ്മൾ ഫൈ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ കോസ് ഫൈ ആയിട്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അപ്പോൾ ആദ്യം നോക്കാം, ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് നോക്കാം. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ നമ്മൾ ഇങ്ങനെയായിരുന്നു അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കാണിച്ചിരുന്നത്. വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇടയിൽ ഒരു ഫേസ് ഡിഫറൻസും ഇല്ല എന്ന് പറഞ്ഞു. അതായത് ഫേസ് ഡിഫറൻസ് ഇല്ലെങ്കിൽ അതിൽ ആംഗിൾ എത്രയാണ്? 0 ആണ്. രണ്ടും പാരലാണല്ലോ, അതായത് ആംഗിൾ 0. അപ്പോൾ ഫൈ 0 ആണ്. അങ്ങനെയാണെന്നെങ്കിൽ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? കോസ് 0 എന്ന് വരും. അതായത് കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ് നമുക്കറിയാം. സോ ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടറാണ് 1 എന്ന് പറയും. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ഒരു പ്യുവർ ഇൻഡക്ടർ നോക്കാം. ഒരു പ്യുവർ ഇൻഡക്ടർ ആകുന്ന സമയത്ത് അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. പ്യുവർ ഇൻഡക്ടർ ആകുന്ന സമയത്ത് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിൾ 90 ആണ്. അങ്ങനെയാണെങ്കിൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് 90 എന്ന് വരും. കോസ് 90 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്യുവർ ഇൻഡക്ടർ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ അടുത്ത് നോക്കാം, ഒരു പ്യുവർ കപ്പാസിറ്റർ നോക്കാം. പ്യുവർ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിളും തന്നെയാണ് 90 ഡിഗ്രി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് 90 എന്ന് വന്നു. കോസ് 90 എന്ന് പറഞ്ഞാൽ 0. അതായത് ഒരു പ്യുവർ ഇൻഡക്ടറിൻ്റെയും പ്യുവർ കപ്പാസിറ്ററിൻ്റെയും പവർ ഫാക്ടർ എന്താണ്? 0 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ 1 ആണ്. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടും അതേപോലെ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ പവർ ഫാക്ടർ എന്താണ്? 0 ആണ്. അപ്പോൾ പവർ ഫാക്ടറിൻ്റെ മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക? സാധാരണ പവർ ഫാക്ടറായിട്ട് കിട്ടുന്നുണ്ടാവുക. അതിപ്പോൾ RL സർക്യൂട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. Rഉം Lഉം വരുന്ന സർക്യൂട്ട്, റെസിസ്റ്ററും ഇൻഡക്ടറും വരുന്ന സർക്യൂട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് റെസിസ്റ്റൻസും ഇൻഡക്ടറും കൂടിയതായതുകൊണ്ട് തന്നെ ഈ 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള ഒരു വാല്യൂ എന്ത് ചെയ്യും? പവർ ഫാക്ടർ വരും. അങ്ങനെ ഏതൊരു സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും. അത് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് അല്ലെങ്കിൽ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 0യും, അല്ല പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1ഉം ആയിരിക്കും. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇംപെഡൻസ് ട്രയാങ്കിൾ. അപ്പോൾ ഇംപെഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അതായത് മട്ട ത്രികോണമാണ്. ആ മട്ട ത്രികോണത്തിൻ്റെ ഒരു സൈഡ് R കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും, മറ്റൊരു സൈഡ് XL എന്ന് റെപ്രസെൻ്റ് ചെയ്യും, മറ്റൊരു സൈഡ് Z കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കണ്ടീഷൻ ഇതാണ്, Z ഒരു RL സീരീസ് സർക്യൂട്ടിൻ്റെ ഇംപെഡൻസ് ട്രയാങ്കിളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇംപെഡൻസ് √R² + XL² ആണ്. അപ്പോൾ ആ വരുന്ന രീതിയിൽ Z √R² + XL² വരുന്ന രീതിയിൽ ഒരു ഇംപെഡൻസ് ട്രയാങ്കിൾ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് R വരും, ഈ ഭാഗത്ത് XL വരും, ഈ ഭാഗത്ത് Z വരും. ഇനി Rഉം Zഉം തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് ഫൈ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടനസ് ആണ്. സമീപവശം ഡിവൈഡഡ് ബൈ കർണാണ്. സമീപവശം എന്ന് പറഞ്ഞാൽ R ആണ്. സോ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ R ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടനസ് എന്ന് പറഞ്ഞാൽ Z ആണ്. സോ കോസ് ഫൈ R/Z നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നേരത്തെ നമ്മൾ പവർ ഫാക്ടറിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് അതിൻ്റെ കോസ് വാല്യൂ ആണ്. ആംഗിളിൻ്റെ കോസ് വാല്യൂ ആണ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ Rൻ്റെയും Zൻ്റെയും ഇടയിലുള്ള ആംഗിളിൻ്റെ കോസ് വാല്യൂ കൂടിയാണ് എന്തെന്ന് പറഞ്ഞാൽ ശരിക്ക് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ട്രയാങ്കിൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ
അതായത് ഒരു ഭാഗം ആറും ഒരു ഭാഗം എക്സലും ഒരു ഭാഗം സെറ്റും ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ആ ട്രയാങ്കിളിന് പറയുന്ന പേരാണ് ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു. ഇംപിഡൻസ് ട്രയാങ്കിൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും Z=√R² + XL² നമുക്ക് കാണാൻ പറ്റും. അതുപോലെ cos φ =R/Z എന്നും കാണാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. A coil has a resistance of 7 ohm and inductance of 3 Henry is connected to 230 volt 50 Hz supply. Calculate current, impedance, phase angle, power factor. അഞ്ചാമത്തെ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R ആൻഡ് L. അപ്പോൾ ഒരു കോയിൽ അതിന് 7 ohm റെസിസ്റ്റൻസ് ഉണ്ട്, അതേപോലെ 3 ഹെൻറി എന്തുണ്ട് ഇൻഡക്റ്റൻസ് ഉണ്ട്. 230 വോൾട്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് കരുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറണ്ട് കാണണം, അതേപോലെ ഇമ്പിഡൻസ് കാണണം, ഫേസ് ആംഗിൾ കാണണം, പവർ ഫാക്ടറും കാണണം, അതേപോലെ വോൾട്ടേജ് ഡ്രോപ്പും ആറിൻ്റെയും എല്ലിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും അതേപോലെ ഇൻഡക്ടറിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇതൊരു റെസിസ്റ്റൻസും അതേപോലെ ഇൻഡക്ടറും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ടാണ് അല്ലേ. ഇവിടെ ഒരു R എന്നുള്ള റെസിസ്റ്റർ ഉണ്ട്, അതേപോലെ ഇവിടെ L എന്നുള്ളൊരു ഇൻഡക്ടർ ഉണ്ട്. അത് രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു RL സീരീസ് സർക്യൂട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. RL സീരീസ് സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് കാണാനുള്ള ഇക്വേഷനാണ് Z=√R² + XL² എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ R എന്ന് പറഞ്ഞാൽ 7 ആണ്, അപ്പോൾ 7² എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ XL അല്ല തന്നിട്ടുള്ളത്, ഇവിടെ L ആണ് തന്നിട്ടുള്ളത് അല്ലേ. L ആണ് 3 ഹെൻറി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് XL ആണ്. അപ്പോൾ XL കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, XL = 2πfL ആയിരുന്നു. നമുക്കറിയാം XL = 2πfL ആണ്. അപ്പോൾ നമ്മൾ 2 × π എന്ന് പറഞ്ഞാൽ 3.14 ആണ് അവിടെ ചെയ്തു. F എന്ന് പറഞ്ഞാൽ 50 ഫ്രീക്വൻസിയാണ്, L എന്ന് പറഞ്ഞാൽ 3 ആണ് അവിടെയും ചെയ്തു. സോ 2 × 3.14 × 50 × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 942.47 കിട്ടും. അതായത് XL കിട്ടി. XL എന്ന് പറഞ്ഞാൽ എത്രയാണ്, 942.47 ആണ്. ഇനി ആ XL നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് √7² + 942.47² എന്ന് വന്നു. ചെയ്ത് കഴിഞ്ഞാൽ √49 + ഈ ഒരു വാല്യൂ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. 888,249.7 എന്നുള്ളൊരു വാല്യൂ. അതിൻ്റെ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായിട്ട് നമുക്ക് 942.495 നമുക്കവിടെ ആൻസറായിട്ട് കിട്ടും. അപ്പോൾ ഇമ്പിഡൻസ് കിട്ടി 942.495 ഓം, അത്രയും ഓമാണ് ഇതിൻ്റെ ഇമ്പിഡൻസ് ആയിട്ട് വരുന്നത്. കറണ്ട് കാണാനുള്ള ഇക്വേഷനാണ് I = V/Z. അപ്പോൾ V എന്ന് പറഞ്ഞാൽ 230 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, അതേപോലെ Z എന്ന് പറഞ്ഞാൽ 942.495 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 230 / 942.495 ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായിട്ട് I = 0.244 ആംപിയർ നമുക്കവിടെ കാണാൻ പറ്റും. സോ കറണ്ട് കിട്ടി 0.244 ആംപിയർ എന്ന് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പിഡൻസ് ആയിരുന്നു, അത് നമ്മളവിടെ കണ്ടിട്ടുണ്ട്. 942.495 ആണ് അവിടെ ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഫേസ് ആംഗിളാണ് കാണേണ്ടത്. ഫേസ് ആംഗിൾ φ = tan inverse of XL/R. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. ഫേസ് ആംഗിൾ കാണാനുള്ള ഇക്വേഷനാണ് tan inverse of XL/R എന്ന് നമുക്കറിയാം. അപ്പോൾ tan inverse of XL എന്ന് പറഞ്ഞാൽ 942.47 ആണ്, അതേപോലെ R എന്ന് പറഞ്ഞാൽ 7 ആണ്. സോ φ എന്ന് പറഞ്ഞാൽ നമുക്ക് 89.574 എന്നാണ് കിട്ടും. സോ tan inverse of 942.47 / 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 89.574 ഡിഗ്രി കിട്ടും. അപ്പോൾ ഫേസ് ആംഗിൾ കിട്ടി 89.574 ഡിഗ്രി. ഇനി പവർ ഫാക്ടർ കാണണം. പവർ ഫാക്ടർ കാണാനുള്ള ഇക്വേഷനാണ് cos φ = R/Z. R എന്ന് പറഞ്ഞാൽ 7 ആണ്, അതേപോലെ Z എന്ന് പറഞ്ഞാൽ 942.495 ആണ്. സോ cos φ = 7 / 942.495 എന്ന് ചെയ്തു. ആൻസറായിട്ട് 7.427 × 10⁻³ എന്ന് കിട്ടി. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പവർ ഫാക്ടർ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഒരിക്കലും 0ൻ്റെ താഴെയുള്ള വാല്യൂ അല്ലെങ്കിൽ 1ൻ്റെ മുകളിലുള്ള വാല്യൂ ഒരിക്കലും എന്ത് കിട്ടാൻ പാടില്ല, പവർ ഫാക്ടറായിട്ട് കിട്ടാൻ പാടില്ല. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ തെറ്റാണ്. ഇൻ ബിറ്റ്വീൻ 0 and 1 ആയിരിക്കണം നിങ്ങൾ ആൻസർ കിട്ടേണ്ടത്. ഓക്കെ,
ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ ഇസ് ഇക്വൽ ടു ഐ ഇൻറ്റു ആറ്. അപ്പോൾ ആറിന് അക്രോസിലെ വോൾട്ടേജ് ഡ്രോപ്പാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാണാൻ വേണ്ടി നമുക്ക് അറിയുന്ന ഇക്വേഷനാണ് ഐ ഇൻറ്റു ആറ്. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ 0.244 ആണ്, ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ 7 ആണ്. അപ്പോൾ 0.244 ഇൻറ്റു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 7 ആയതുകൊണ്ട് ഇൻറ്റു 7 ദാറ്റ് ഈസ് 1.708 വോൾട്ട് എന്ന് കിട്ടി. അതേപോലെ ഇൻഡക്ടർ അക്രോസിലെ വോൾട്ടേജ് ഡ്രോപ്പ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എൽ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു എക്സ് എൽ ആണ്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും. സോ ഐ എന്ന് പറഞ്ഞാൽ 0.244 ആണ്, ഇൻറ്റു എക്സ് എൽ എന്ന് പറഞ്ഞാൽ 942.47 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ ചെയ്ത് കഴിഞ്ഞാൽ 229.96 വോൾട്ട് എന്ന് കിട്ടും. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആറും കണ്ടെത്തി, അതേപോലെ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എല്ലും കണ്ടതിൻ്റെ വാല്യൂ 1.708 കിട്ടി, അതേപോലെ 229.96 വോൾട്ടും കിട്ടി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ആർ സി സീരീസ് സർക്യൂട്ട്. അപ്പോൾ ആർ സി സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ആർ സി സീരീസ് സർക്യൂട്ട് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നോക്കാം, ഈ ഒരു സർക്യൂട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ആർ എന്നുള്ള റെസിസ്റ്ററും അതേപോലെ സി എന്നുള്ള കപ്പാസിറ്ററും ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സർക്യൂട്ടിനെ നമുക്ക് ആർ സി സീരീസ് സർക്യൂട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് വി ആണ്, അത് കാരണം ഐ എന്നുള്ള കറണ്ട് എന്ത് ചെയ്തിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജാണ് വി ആർ, കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജാണ് ബി സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ കേസിൽ ആർ സീരീസ് സർക്യൂട്ടിൽ പറഞ്ഞ പോലെ തന്നെ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് വി ആർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അത് കാണാനുള്ള ഇക്വേഷനാണ് ഐ ഇൻറ്റു ആർ, അതായത് സർക്യൂട്ടിലെ കറണ്ട് ഇൻറ്റു ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ് വി ആർ ദാറ്റ് ഈസ് ഇക്വൽ ടു ഐ ഇൻറ്റു ആർ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കറിയാം ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ് നമുക്ക് പറയാൻ പറ്റും. സോ വി ആർ ഇൻ ഫേസ് വിത്ത് ഐ ആണ്. ആ കാര്യം മനസ്സിലാക്കി വെക്കണം. നമുക്കിതിൻ്റെ ഒന്നിച്ചുള്ള ഫേസർ ഡയഗ്രാം, അതായത് ആറും സിയും കൂടിയുള്ള ഫേസർ ഡയഗ്രാം വരക്കുന്ന സമയത്ത് ആ കാര്യം മനസ്സിൽ വേണം. ഇവിടെ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ആറും ഐയും എന്താണ് ഇൻ ഫേസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് ആണ് വി സി എന്ന് പറഞ്ഞാൽ, വി സി എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു എക്സ് സി ആണ്. സോ ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഐ എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, എക്സ് സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മളെന്ന് പറഞ്ഞിരുന്നു എക്സ് ഇസ് ഇക്വൽ ടു 1/2πfc ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിത് രണ്ടും കൂടിയിട്ടുള്ള ഒരു ഫേസർ ഡയഗ്രാം വരക്കുകയാണ്. ആദ്യം നമ്മൾ കറണ്ട് സീരീസ് സർക്യൂട്ട് ആയത് കറണ്ട് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ഇതൊരു റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കറണ്ടുമായിട്ട് അവിടെയുള്ള വോൾട്ടേജ്, റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ റെസിസ്റ്റർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻ ഫേസ് ആണ്. അപ്പോൾ ഐയും പി ആറും ഇൻ ഫേസ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ഈ ഐയുമായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞിരുന്ന കപ്പാസിറ്ററിൽ വോൾട്ടേജ് എന്തായിരിക്കും ബാക്കിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള വോൾട്ടേജ് വി സി എന്നുള്ള വോൾട്ടേജ് 90 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സോ ഈ കറണ്ടിനേക്കാളും 90 ഡിഗ്രി വി സി എന്നുള്ള വോൾട്ടേജ് ബാക്കിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ രീതിയിൽ ഇവിടെ കാണിച്ചു, മൈനസ് വി സി എന്ന് കാണിച്ചു. സോ ഇവിടെ ഐ ആയിട്ട് മാറി, അതിന് പാരലായിട്ട് അല്ലെങ്കിൽ ഇൻ ഫേസ് ആയിട്ട് വി ആർ ഉണ്ട്, അതിനോട് 90 ഡിഗ്രി ലാഗ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു വി സി ഉണ്ട്. അപ്പോൾ വി സി നെഗറ്റീവ് സൈഡിലായതുകൊണ്ട്, താഴെ സൈഡായതുകൊണ്ട് അതിന് മൈനസ് വി സി എന്ന് പേരെടുത്തു. ഈ മൈനസ് വി സിൻ്റെയും വി ആറിൻ്റെയും റിസൾട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്ത് കാണിച്ചു, ഇവിടെ വി എന്നും ഇവിടെ കാണിച്ചു. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് ആണ്, അതായത് മൈനസ് വി സിൻ്റെയും വി ആറിൻ്റെയും റിസൾട്ടൻ്റ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആണ് വി എന്ന് പറഞ്ഞത്. അപ്പോൾ വി കാണാനുള്ള ഇക്വേഷനാണ്, അതുപോലെ ഈ ട്രയാങ്കിൾ നമുക്ക് വി കാണാനുള്ള ഇക്വേഷൻ കിട്ടും. √VR² പ്ലസ് മൈനസ് വി സി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഇക്വൽ ടു √VR² പ്ലസ് വി സി സ്ക്വയർ എന്ന് വന്നു. വി ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി ആറിൻ്റെ ഇക്വേഷനാണ് ഐ ഇൻറ്റു ആർ. സോ ഐ ഇൻറ്റു ആർ ഹോൾ സ്ക്വയർ പ്ലസ് വി സി എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു എക്സ് ആണ്. സോ ഐ ഇൻറ്റു എക്സ് സി ഹോൾ സ്ക്വയർ എന്ന് വന്നു. ദാറ്റ് ഇസ് ഇക്വൽ ടു √I²R² പ്ലസ് √I²XC² എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടിലും ഐ കോമൺ ആയതുകൊണ്ട് I² പുറത്തെടുത്തു. അപ്പോൾ √I²R² പ്ലസ് XC² എന്ന് വന്നു. സോ I² റൂട്ട് ഐ ആണ്, അത് നമ്മൾ എന്ത് ചെയ്തു, ഐനെ പുറത്തെടുത്തു. സോ ഐ ഇൻറ്റു √R² പ്ലസ് XC² എന്ന് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഈ ഐനെ, ഈ കാണുന്ന ഐനെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ V/I ഈസ് ഈക്വൽ ടു, അതായത് V/I എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നു Z ആണ്. Z ഇസ് ഈക്വൽ ടു √R² പ്ലസ് XC² എന്ന് വന്നു. അതായത് ഒരു ഇമ്പിഡൻസ് കാണാനുള്ള ഇക്വേഷൻ, ഒരു RC സീരീസ് സർക്യൂട്ടിൽ ഇമ്പിഡൻസ് കാണാനുള്ള ഇക്വേഷനാണ് √R² പ്ലസ് XC² എന്ന് പറഞ്ഞാൽ. അപ്പോൾ Z എന്ന് പറഞ്ഞാൽ √R² പ്ലസ് XC² ആണ്. Z എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞതിൽ ഡിസ്കസ്, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, RC സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ ഫേസ് ആംഗിളൊക്കെ tan⁵ ആണ് നമ്മൾ ഫേസ് ആംഗിളിൽ പറയുന്നത്. അപ്പോൾ tan⁵ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ -VC ആണ്. ഈ ഒരു ഫിഗറിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡ്, ഫൈൻ്റെ ഓപ്പോസിറ്റ് സൈഡ് -VC ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ VR ആണ്. സോ tan⁵ = -VC ഡിവൈഡ് ബൈ VR എന്ന് വന്നു. -VC എന്ന് പറഞ്ഞാൽ -I × X ആണ്. ഡിവൈഡ് ബൈ VR എന്ന് പറഞ്ഞാൽ I × R ആണ്. രണ്ടെന്ന് വന്നു, ഐനെ കട്ട് ചെയ്ത് കളഞ്ഞു. സോ tan⁵ = -XC ഡിവൈഡഡ് ബൈ R എന്ന് വന്നു. നമ്മൾ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആണ്. അപ്പോൾ ∅ ഈ ടാൻ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ tan⁻ -XC ഡിവൈഡഡ് ബൈ R നമുക്കവിടെ കാണാൻ പറ്റും. അതേപോലെ ഇമ്പിഡൻസ് ട്രയാങ്കിളും ശ്രദ്ധിക്കുക. ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം R ആയിരിക്കും, ഒരു ഭാഗം ഇവിടെ എന്തായിരിക്കും, XC ആയിരിക്കും, ഒരു ഭാഗം എന്തായിരിക്കും, Z ആയിരിക്കും. അപ്പോൾ ഇവിടെ പിന്നെ ഇത് R ആണ്, പിന്നെ -XC ഇങ്ങനെ കാണിച്ചു, ഈ ഭാഗം Z കാണിച്ചു. R ഉം Z നമ്മളുടെ ആംഗിൾ ∅ ആണ്. സോ Z = √R² പ്ലസ് √−XC². ഈ രീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ അവിടെ വരച്ചിട്ടുണ്ട്. സോ അതാണ് ഇമ്പിഡൻസ് ട്രയാങ്കിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. Z = √R² പ്ലസ് -XC² എന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ വരച്ചു. സോ Z = √R² പ്ലസ് XC² ആയിട്ട് മാറി. cos⁵ എന്ന് പറഞ്ഞാൽ ഇവിടെ R/Z നമുക്ക് ഇക്വേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ. ഇത് RC സീരീസ് സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് ട്രയാങ്കിളാണ്.